അവരെന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല. രമണന്റെ കുടുംബക്കാരുടെ ഒന്നാം പാലിന്റെ തിരുവനന്തപുരമാണത്. അത് എങ്ങോട്ടാന്ന് വെച്ചാൽ മാറ്റണം. അവരുടെ റിക്കാർഡ് അവരുടെ വീട്ടിൽ അവരെ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 കപ്പൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് തോട്ടപ്പള്ളി ഫിൽറ്റർ പാലിന്റെ ഇതുപോലെ ഇപ്പോഴത്തും വരണം. അപ്പൊ 260 സ്ക്വയർ ഫീറ്റ് എടുക്കണം. 260 സ്ക്വയർ ഫീറ്റ് നീളം വീതി എടുക്കണം പാലത്തിന്റെ. അങ്ങനെ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ ഷട്ടർ എത്രണ്ണം വേണ്ടി വരും? അതനുസരിച്ച് അവർ കൈകാര്യം 3 പാലത്തിന് 3 കപ്പൽ ഫിറ്റ് ചെയ്യുന്ന കറക്റ്റാണ്. നമ്മൾ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറത്തില്ല? ഉപ്പുവെള്ളം കയറും. അതവര് അതിന് ചെയ്തോണ്ടിരിക്കുന്നത്. അവരതിന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അവർ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം അല്ലെ. അപ്പം ഷട്ടർ ഫുൾ ടൈം താത്തിട്ടല്ലോ? അല്ല, അന്നേരം നമ്മൾ ഉപ്പുവെള്ളം വരുന്ന വേലി കയറ്റവും കടൽ വെള്ളം ഇറക്കാൻ കായൽ വെള്ളം കടൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകണം. അങ്ങനെയാണ് പാലത്തിന്റെ ഫിറ്റിംഗ്. ശരിയാ. ഏത് വർഷമുള്ള പാലമായിരിക്കും? 3000 വർഷം പഴക്കമുള്ള പാലമാണ്. 3000 വർഷം. അത് കപ്പലാണല്ലേ, വലിയ പുത്തൻ കപ്പല് കൊണ്ട് പണ്ട് ബ്രിട്ടീഷുകാര് കപ്പല് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടാണ് ആ പാലം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാര് പണ്ട് കപ്പല് കൊണ്ടില്ല. ഇപ്പൊ 300 വർഷത്തിന് മുമ്പ് വെച്ചത്. ഇപ്പൊ 3000 വർഷം പഴക്കമുള്ള കപ്പലാണ്. അത് ഇടിഞ്ഞു പോയി. ഈ വെയിറ്റ് ഇറക്കി ഇടിഞ്ഞു പോയിട്ട് വെള്ളം പോകുന്നില്ല. വെള്ളം പോകാതെ കടലിലും കായലിലും വെള്ളം പോകാതെ വയലുകളൊക്കെ നശിഞ്ഞു. കൃഷി ചെയ്യാൻ പറ്റില്ല. 8,888,000 ഏക്കർ കണക്കിന് വയലുള്ളത് ഇപ്പൊ 38 ഏക്കർ നിലവേ കൃഷിയുള്ളൂ. 37 ലോകരൊക്കെ 38 ഏക്കർ നിലം കൃഷി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും? ആർക്കും തിന്നാൻ പറ്റില്ല, ആർക്കും കഞ്ഞുപിടിക്കാൻ പറ്റുന്ന അവസ്ഥയാ. അപ്പൊ ഇതെടുത്ത് നോക്കി അല്ല, നമ്മളിപ്പോ ഈ കൃഷി മൊത്തം ഇങ്ങനെ നശിച്ചു പോയാൽ നല്ലോണം കേരളം കൂടെ ഇറങ്ങി പോകാത്ത നശിച്ചു പോയാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതാ പറഞ്ഞ ലോകം കൂടിയും. തോട്ടപ്പള്ളി ഫിൽറ്റർ പാലത്തിന്റെ കംപ്ലീറ്റ് കവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ ലോകയെ നശിക്കും. ബൈക്കിന് കൂട്ടി പോകും. അതാണ്. അന്നേരം നമുക്ക് ഈ വേലിയേറ്റം തടയാൻ വേണ്ടി ചെയ്തോളൂ. അവരത് വർക്ക് ചെയ്തോണ്ടിരിക്കണ്ടേ? ഫിൽറ്റർ പാലം തന്നെ വേണം. തോട്ടപ്പള്ളി കപ്പൽ ഫിറ്റ് ചെയ്ത് അത് ഷട്ടർ പൊക്കി ഇറക്കുന്ന രീതി തന്നെ ഫിറ്റിംഗ് വേണം. അങ്ങനെ തന്നെ പറയും. ആ സൈഡിൽ ഇതുപോലെ കപ്പല് പോലെ വരണം. ഈ സൈഡിൽ അതുപോലെ പിന്നെ കപ്പല് പോലെ ഫിറ്റിംഗ് വേണം. എന്നിട്ട് ആ ഷട്ടർ പൊക്കണം. ഈ ചെയ്യുന്നവർക്ക് ഐഡിയ ഇല്ലാതാണ്. ഐഡിയ എന്നാൽ അവർ ചെയ്തോളത്. പക്ഷെ സാധനങ്ങൾ എത്തുന്നില്ല അവിടെ. അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള സാധനങ്ങൾ എത്തുന്നില്ല. അതാണ് കണ്ടത്. കപ്പൽ എങ്ങനെയാണോ? അപ്പൊ ഈ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 6000 ഏക്കറാണ് ഒരു കപ്പല്. 6000 ഏക്കർ വീതിയുണ്ട് ഒരു കപ്പലിന്. അതിന്റെ ഷട്ടർ മൊത്തം പോയി. 58 ഷട്ടറാ. 58 ഷട്ടറിനകത്ത് അവിടെ 7 ഷട്ടറേ ഓപ്പൺ ഉണ്ട്. ബാക്കി മൊത്തം പോയില്ലേ? ബാക്കി മൊത്തം നികന്നു പോയില്ലേ? എല്ലാവർക്കും നികന്നു പോയി. അപ്പൊ 7 ഷട്ടറേ ഉള്ളൂ ഓപ്പൺ ആയത്. അപ്പൊ അതിൽ കൂടെ ഈ വെള്ളം കൊണ്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ മണ്ണ് അപ്പുറത്തും ഇപ്പുറത്തും മണ്ണ് മാറ്റണം. കിഴക്കൻ വെള്ളം പടിഞ്ഞാറൻ വെള്ളം കയറി ഇറങ്ങുന്ന സ്ഥലമല്ലേ? അപ്പൊ ഷട്ടർ അടഞ്ഞു പോയി. ഷട്ടർ അടഞ്ഞു പോയപ്പോ കിഴക്കോട്ടും പോകുന്നില്ല, പടിഞ്ഞാട്ടും പോകാതെ വെള്ളം ഇറങ്ങാതെ. എന്തെങ്കിലും ചേച്ചി പഠനം നടത്തിയിട്ടുണ്ടോ? പഠനം നടത്തിയിട്ടുണ്ട്. സകല റിക്കാർഡ് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിന്റെ സകല റിക്കാർഡും ഞാൻ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞതാണ്. കൊടുത്തില്ല. ഈ ഫൈനാൻസ് കമ്പനി തോട്ടപ്പള്ളി ഫിൽറ്റർ പാലത്തിന്റെ വർക്ക് ഫൈനാൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഫൈനാൻസ് കമ്പനി അവിടെ കൊടുത്തു. പിന്നെ അവരതെന്ത് ചെയ്യണേ? രമണന്റെ കുടുംബക്കാരാണ്. പണ്ട് തോട്ടപ്പള്ളി ഫിൽറ്റർ പാലം പണിതവരാണ് ഈ ഫൈനാൻസ് കമ്പനി താമസിക്കുന്നത്. ആ ജീവനക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും അവര് അങ്ങ് പോകും. ഇവർക്ക് കിഴക്കോട്ട് മാറി വീട് കൊടുത്തിട്ട് ആ ഫൈനാൻസ് ആയിട്ട് രമണ മരിച്ചു പോകും. എന്റെ പേര് പുറക്കാട്. എന്റെ പേര് രാജേശ്വരി. ഭൂമിദേവി എന്ന് പറയും. ഭൂമിദേവിയാ. ഭൂമിദേവി. ഞാൻ അതുകൊണ്ടാണ് എനിക്കത് റിക്കാർഡ് കൊടുക്കാൻ പറ്റുന്നത്. വേറെ ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ റിക്കാർഡേ കൊടുക്കുന്നില്ല. എന്റെ അച്ഛന് സ്ഥലം എടുത്ത് വീട് വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ എന്റെ വീട് ജീവനോക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഭൂമി പോരാ. അത് മണ്ണടിച്ച് കയറ്റുക. അമ്മ മണ്ണടിച്ച് കയറ്റുമ്പോൾ മണ്ണ് മാറ്റണം. അമ്മ